ഇത് ഹൈടെക് രീതിയിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം നടത്തുന്നതിനുള്ള കൃഷി രീതിയാണ് ഇത്. അക്വാപോണിക്സ് എന്ന് പറയും. അതായത് കുറഞ്ഞ വെള്ളത്തിൽ നമുക്ക് കൂടുതൽ മീനെ വളർത്തി കൂടുതൽ ഉൽപ്പാദനക്ഷമത കൈവരിക്കുന്ന രീതിയാണ് അക്വാപോണിക്സ്. ഇത് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കൊരു 1000 ക്യൂബിക് ലിറ്റർ വെള്ളത്തിൽ നമുക്കൊരു 100 മീനെ നമുക്ക് വളർത്തുന്ന രീതിയാണ് അക്വാപോണിക്സ്. ഇത് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോടുകൂടി നമ്മുടെ കേരള ഫിഷറീസിൻ്റെയും കൂടെ സംയുക്തമായിട്ടുള്ള ഒരു സംരംഭത്തോടു കൂടിയാണ് ഇത് നടത്തുന്നത്. ഇവിടെ ഉദാഹരണത്തിന് ഈ പ്ലാന്റിൽ ഏതാണ്ട് 1 സെൻറ്റ് വ്യാപ്തിയുള്ള കുളമാണ്. അതിനകത്ത് അപ്രോക്സിമേറ്റ്ലി ഒരു 80,000 ലിറ്റർ വെള്ളം കൊള്ളും. ഇതിൽ നമ്മൾ ഏതാണ്ട് ഒരു 3500 മുതൽ 4000 ഗിഫ്റ്റ് സിലോപ്പിയയാണ് ഇവിടെ വളർത്തുന്നത്. ഈ 4000 അല്ലെ 3500 മുതൽ 4000 ഗിഫ്റ്റ് തിലാപ്പിയ നമ്മളൊരു 6 മുതൽ 7 മാസത്തിനുള്ളിൽ നമുക്കൊരു ആവറേജ് ഒരു 300 ഗ്രാം വലുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വളർത്തിയെടുക്കാൻ സാധിക്കും. ഈ അക്വാപോണിക്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനും പച്ചക്കറിയും ഒരുമിച്ച് വളർത്തുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വളരുമ്പോൾ ആ മീനിൻ്റെ വേസ്റ്റിൽ നിന്ന്, അതായത് മീനിൻ്റെ ഡ്രോപ്പിങ്സ് അല്ലെങ്കിൽ കാഷ്ടത്തിൽ നിന്ന് വെള്ളത്തിൽ അമോണിയ ഉണ്ടാവും. ഈ അമോണിയ ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ബിൽഡപ്പ് ആയിരുന്നാൽ അതൊരു പോയ്സണാണ്. അത് പിന്നെ മീനിൻ്റെ വളർച്ചേനെയും ബാധിക്കും, കൂടാതെ മീൻ ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ ഈ അമോണിയ ഇല്ലാതാക്കുകയാണ് ഈ ചെടി വളർത്തുന്നതുകൊണ്ട് ലക്ഷ്യം. അപ്പോൾ ഈ മീൻ വളരുന്ന പോണ്ടിലെ വെള്ളം നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഓവർഹെഡ് ടാങ്കിലേക്ക് കയറ്റി അവിടെ നിന്ന് ആ വെള്ളം ഫിൽട്ടർ ചെയ്ത് നേരെ ഈ ബെഡിലേക്ക്, ഈ കാണുന്ന ബെഡിലേക്ക് വരുന്നു. ഈ ബെഡിൻ്റെ അകത്ത് മിറ്റിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ മിറ്റിലിൻ്റെ അകത്ത് ഈ വെള്ളം വന്ന് നിറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഓവർഫ്ലോ ആകുന്നതിന് മുമ്പ്, ഈ ബെഡിൽ നിന്ന് ഓവർഫ്ലോ ആകുന്നതിന് മുമ്പ് അത് സൈഫണായി കുളത്തിലേക്ക് പോകും. അപ്പോൾ ഈ അമോണിയ കലർന്ന വെള്ളം ഒരു നാച്ചുറൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി അത് നൈട്രേറ്റ് ഫൈനലി അത് നൈട്രജനായി മാറി ചെടികൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെടികൾക്ക് വളരെ ആവശ്യമായ 99% മൂലകങ്ങളും നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് വേറെ യാതൊരുവിധ വളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഫൈനലി അമോണിയ മുക്തമായ വെള്ളം തിരിച്ച് കുളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിന് പറയുന്ന റീസർക്കുലേറ്ററി അക്വാ സിസ്റ്റം എന്നുകൂടി പറയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് കുറഞ്ഞ വെള്ളത്തിൽ, അതായത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കൂടുതൽ മീനെ വളർത്താം. ഈ മീനെ വളരുന്ന ഈ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികൾ വളർത്താം. ഈ കാണുന്ന പോലെയുള്ള പച്ചക്കറികൾ വളർത്താം. ഇത് ഫുള്ളി 100% ഓർഗാനിക്കാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് പെസ്റ്റിസൈഡും ഒന്നും അടിക്കാൻ പറ്റത്തില്ല, മറ്റുള്ള വളങ്ങളൊന്നും ചേർക്കുന്നില്ല. കൂടാതെ നമുക്ക് കൂടുതലിന് വേണ്ടി കൂടുതൽ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ വെള്ളം തന്നെ സർക്കുലേറ്റ് ചെയ്ത്, അത് കയറി ഇറങ്ങി സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും കുളത്തിലേക്ക് പോവുകയാണ്. ഇതാണ് അക്വാപോണിക്സ് രീതി എന്ന് പറയുന്നത്. ഇനി ഈ കുളത്തിനെ പറ്റി അല്ലെങ്കിൽ ഈ അക്വാപോണിക്സ് സിസ്റ്റത്തിനെ പറ്റി പറയുവാണെങ്കിൽ, ഇത് നമുക്ക് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് കൈകാര്യം അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു തരം കൃഷി രീതിയാണ്. നമുക്ക് കുറച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ശ്രദ്ധ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് 24 hours ഈ സർക്കുലേഷൻ ഉണ്ടാകണം. കുറച്ച് സമയങ്ങളൊക്കെ നമുക്ക് സർക്കുലേഷൻ ഇല്ലാതെ ഇരിക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി, എപ്പോഴും നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഇൻവെർട്ടർ, ജനറേറ്റർ, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് മറ്റുള്ള വേറൊരു മൂന്നാമതൊരു അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ലേബറിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ്. 80,000-70,000 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ 4000 മീനെ വളർത്തുമ്പോൾ ഹൈ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി മീൻ വളർന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ ആ വെള്ളത്തിന് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ ഓക്സിജന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അത് ഈ എയർ മോട്ടറുകൾ ഉണ്ട്. ഈ എയർ മോട്ടർ ഒരു കാരണവശാലും നമുക്ക് ഓഫ് ചെയ്യാൻ പാടില്ല. അതെപ്പോഴും ആ 24 hours എയർ മോട്ടർ ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ സർക്കുലേഷൻ നടക്കുന്ന ഈ മോട്ടർ അതും ഉണ്ടായിരിക്കണം. അത് നമുക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം. 24 hours വേണമെന്നില്ല, നമുക്കിടയ്ക്ക് 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് വേണം നമുക്ക് ടൈമറിൽ അത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുളത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു 2 എയറേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നമുക്ക് ഫിൽട്രേഷനോ അല്ലെങ്കിൽ സർക്കുലേഷനോ വേണ്ടിയിട്ടുള്ള മോട്ടറുകൾ,
ഒന്നോ രണ്ടോ മോട്ടറുകളെല്ലാം ഇതിന് ആവശ്യമുണ്ട്. അതും നമുക്ക് ഇതിനോടനുബന്ധിച്ച ഭാഗങ്ങളാണ്. ഒരു 6 മാസം കൊണ്ട് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ആവറേജ് 300 ഗ്രാം വലിപ്പത്തിലുള്ള മീനുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഈ ആദ്യത്തെ ഈ കാണുന്ന ഈ പ്ലാന്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. ഞാൻ ഗ്രാജുവലി ഓരോ വർഷം കഴിയും തോറും ഞാൻ ഓരോരോ പ്ലാന്റുകൾ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അതെന്തിനാണ് അങ്ങനെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ത്രൂ ഔട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ മീൻ അവൈലബിലിറ്റി ആകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 കുളങ്ങൾ ഉണ്ട്. നമുക്ക് ഏത് സമയത്തും എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ മീൻ വിൽക്കാനുള്ള മീൻ അവൈലബിലിറ്റി ഉണ്ടാകും. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ ഈ മീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ്. എല്ലാവർക്കും അറിയാം, ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ. ഇത് ഒറിജിനൽ ഗിഫ്റ്റ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹാച്ചറിയിൽ നിന്ന് മാത്രമേ നമുക്ക് ഒറിജിനൽ ഗിഫ്റ്റ് ലഭിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ അതിൻ്റെ പേറ്റൻ്റ് ഉള്ളൂ. അത് വിജയവാഡയാണ് അവരുടെ ഹാച്ചറി. പക്ഷേ വിജയവാഡയിൽ നിന്ന് ഇപ്പം നമുക്ക് എറണാകുളത്ത് നമ്മുടെ MPEDAയുടെ അണ്ടറിൽ അവരുടെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടറുണ്ട് വല്ലാറപാടത്ത്. അവിടുന്ന് കുഞ്ഞുങ്ങളെ ഡിസ്പാച്ച് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഡെലിവറി കിട്ടും. ഈ കുഞ്ഞുങ്ങൾ കിട്ടാനായിട്ട് നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. ഈ ലൈസൻസും നമുക്ക് എങ്ങനെ ലഭിക്കണമെങ്കിൽ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഈ പ്ലാന്റുകളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് അവർ അപ്രൂവ് ചെയ്തതിന് ശേഷമേ നമുക്ക് ലൈസൻസ് തരുള്ളൂ. ആ ലൈസൻസ് ഫാമേഴ്സിന് അവർ ഈ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർ കുഞ്ഞുങ്ങളെ നമുക്ക് തരും. അപ്പോൾ ഇത് വളരെ ക്വാളിറ്റിയുള്ള മീനാണ്. നമ്മൾ വളർത്തുമ്പോൾ ഈ രീതിയിൽ വളർത്തുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് യാതൊരുവിധ വേസ്റ്റുകൾ നമ്മൾ കോഴി വേസ്റ്റോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റോ അങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും നമ്മൾ നൽകുന്നില്ല. നമ്മൾ അംഗീകൃത മീൻ തീറ്റ, അതായത് പെല്ലറ്റ് ഫീഡ് മാത്രം കൊടുത്തുകൊണ്ട് ആണ് ഇത് വളർത്തുന്നത്. അപ്പോൾ മീൻ നല്ല ക്വാളിറ്റി ഉള്ള മീൻ, എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള മീനുകളാണ്. അതുതന്നെയാണ് ഈ സംരംഭത്തിൻ്റെ വിജയവും. കാരണം ഇത് ഒരു ടൗണിൽ നിന്നും ഒരു 2 കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ പോലും ത്രൂ ഔട്ട് ഈ മീനുകൾ ഇങ്ങനെ ഞാനിവിടെ റീറ്റെയിലായിട്ടാണ് വിൽക്കുന്നത്. ഒരിക്കലും ഒരു ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നില്ല. റീറ്റെയിലായിട്ട് തന്നെ കസ്റ്റമേഴ്സ് വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നതിൻ്റെ കാര്യവും വാങ്ങിയവരെ തന്നെ നമുക്ക് വീണ്ടും വന്ന് വാങ്ങുന്നതിൻ്റെ കാര്യം ആ മീനിൻ്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രം.